ഇപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് എന്തെങ്കിലും മാറ്റി വെക്കാൻ പറയുവാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ മാറ്റി വെക്കുന്നത് അടുക്കളപ്പണിയും വീട് ക്ലീൻ ചെയ്യുന്ന പരിപാടി അല്ലെങ്കിൽ ഹോം മേക്കിംഗ് എന്ന് പറയുന്ന സംഭവമാണ് ഞാൻ മാറ്റി വെക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും പണി കിട്ടാറുണ്ട്. ഞാൻ സാധാരണ ഒരു ശനിയാഴ്ച കൂടിയിട്ടാണ് ഒരു ഡീപ്പ് ക്ലീനിങ്ങിലേക്കൊക്കെ പോകുന്നത്. ഇതിന് മുന്നേ ഒത്തിരി ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ ജോലിക്കാരില്ല, അപ്പം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്ന ട്രിക്കുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതുപോലെ തന്നെ വീട് അല്ലെങ്കിൽ ഒരു ഹോം മേക്കിംഗ് പ്ലസ് കിച്ചണിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് ഒരു സിസ്റ്റം, ഓക്കെ, അങ്ങനെ ഒരു സിസ്റ്റം കണ്ടുപിടിച്ചതിൻ്റെ ഒരു സന്തോഷത്തിൽ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2 ദിവസമായിട്ടുള്ള ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഹായ്, ഞാൻ ദീപ. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാ ശനിയാഴ്ച കൂടിയിട്ടാണ് ഒരു ഡീപ്പ് ക്ലീനിങ് പോലെ ചെയ്യുന്നത്. അതിൻ്റെ ഒത്തിരി വീഡിയോസ്, ഡീപ്പ് ക്ലീനിങ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ ആകുമ്പോഴത്തേക്കും അന്ന് ഫുൾ കഞ്ഞിയും പയറും ആയിരിക്കും ഉണ്ടാക്കുന്നത്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കഞ്ഞിയും പയറും കഴിച്ചിട്ട് പിള്ളേരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഒരു സൈഡിൽ നിന്ന് ക്ലീനിങ് തുടങ്ങും. അപ്പോൾ കുറേ നാൾക്ക്, അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ മീൽ പ്രിപ്പും ചെയ്യും. ഇത് കുറേ നാളായിട്ടേ ചെയ്തു വരുമ്പോൾ നമുക്കൊരു റോബോട്ടിക് ഫീൽ വരും. നമുക്ക് ഒരു ആകപ്പാട് ഒരു ശനി ഞായറും കിട്ടുന്നത് നമ്മൾ ഇതിൻ്റെ പുറകെ പോകും എന്ന് വെച്ചിട്ട് നമ്മളത് മാറ്റാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യാതെ വിടും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുട്ടികളുടെ സ്കൂളിൽ എന്തെങ്കിലും പരിപാടികളോ അല്ലെ വീട്ടിൽ ഗസ്റ്റ് വരുമോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിത് കംപ്ലീറ്റ് താറുമാറായി പോകും. ഓക്കെ, അപ്പോൾ ഞാൻ ആലോചിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വീക്ക് ഡേയ്സിലേക്ക് നമ്മുടെ ഈ ക്ലീനിങ് പരിപാടി ഓരോ ചെറിയ പോർഷൻസ് വീതം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആണല്ലോ എന്ന് ഞാൻ വിചാരിച്ചെങ്കിലും നമ്മൾക്ക് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ് മെയിൻ കാര്യം. ഞാൻ ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും എന്തോ നമുക്ക് നമ്മുടെ തലയിൽ നിൽക്കുന്നില്ല. അതായത് ഒരു വീക്കിൽ ഇപ്പൊ ഞാൻ പറയുകയാണ്, തിങ്കളാഴ്ച നമുക്ക് ബാത്റൂം കഴുകാം, ചൊവ്വാഴ്ച ആകുമ്പോൾ ബെഡ്ഷീറ്റ്സ് എല്ലാം മാറ്റിയിട്ട് പുതിയ ബെഡ്ഷീറ്റ്സ് വിരിക്കാം, ബുധനാഴ്ച ആകുമ്പോഴത്തേക്ക് നമുക്ക് ലിവിംഗ് റൂം ക്ലീൻ ചെയ്യാം, അല്ലെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാം, പാൻട്രി ക്ലീൻ ചെയ്യാം, വർക്ക് ഏരിയ ക്ലീൻ ചെയ്യാം. അങ്ങനെ ഓരോന്ന് സ്പ്ലിറ്റ് ചെയ്ത്, സാധാരണ ശനിയാഴ്ചകളിൽ ഒറ്റയടി ക്ലീൻ ചെയ്ത് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ചത്തുത്തിയിരിക്കും. അപ്പോൾ നമ്മൾ മടുത്തും പോവും. മറ്റത് ഇത് പാർട്ട് ഓഫ് ദ ഡെയിലി റൂട്ടീൻ്റെ ഒരു ഭാഗമാക്കുമ്പം നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമാണെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും നമ്മുടെ തലയിൽ ഇത് നിൽക്കുന്നില്ല. എല്ലാ ദിവസവും എന്ത് ചെയ്യണം, ഞാൻ ചാർട്ടൊക്കെ ഉണ്ടാക്കി നോക്കി, നടക്കുന്നില്ല. കാരണം ആ ചാർട്ടൊക്കെ ഞാൻ മറന്നുപോകും. ഈവൻ എക്സസൈസിനും ഒക്കെ ആണെങ്കിലും ചാർട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതങ്ങ് വിട്ടുപോകും. അപ്പൊ ഇത് വിട്ടുപോകാതെ ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് 2 ദിവസം മുന്നേ, 2 ദിവസമല്ല, 2-3 ദിവസം മുന്നേ അനിയത്തി എനിക്ക് ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. അതിന്റെ പേര് സൈട്രാക്ട് ഹോം എക്സിക്യൂട്ടീവ് സിസ്റ്റം എന്നാണ് അതിന്റെ പേര്. യൂട്യൂബിൽ ഭയങ്കര ട്രെൻഡിങ് ആണ്. ട്രെൻഡിങ് ഇൻ ദ സെൻസ് നമ്മുടെ ഈ ഏരിയയിലല്ല, എനിക്ക് തോന്നുന്നു പുറം രാജ്യങ്ങളിൽ ഇതുപോലുള്ള കുറെ ടെക്നിക്സ് ഒക്കെ പലരും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു ടെക്നിക്ക് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. കാരണം കുറച്ച് അനലോഗ് ആണ് സംഭവം. നമ്മൾ ഡിജിറ്റൽ കാര്യങ്ങളല്ല, നമ്മളിങ്ങനെ എഴുതി ഉണ്ടാക്കി ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ടു ഡു ലിസ്റ്റിന്റെ ഒരു കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് വേർഷൻ എന്ന് പറയാം. കുറച്ചും കൂടെ രസമാണ് നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ. അപ്പം സ്ട്രെയിറ്റ് അവേ കാര്യത്തിലേക്ക് കിടക്കാം. അവർ പറയുന്നത് നമ്മളൊരു 30 അല്ലെ 31 ഡേയ്സിന്റെ ഒരു സെറ്റ് ഓഫ് സാധനങ്ങൾ ഉണ്ടാക്കുക. വളരെ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് ആ സംഭവം. ഇതെന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് കാർഡ് സിസ്റ്റം എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പൊ സൈട്രാക്ട് എന്താണ് പറയുന്നത്, സൈട്രാക്ട് ഹോം എക്സിക്യൂട്ടീവ് സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 സിസ്റ്റേഴ്സ് ചേർന്ന് എഴുതിയ ഒരു ബുക്കാണ്. നമുക്ക് ആമസോണിലൊക്കെ കിട്ടും. ഞാൻ വായിച്ചിട്ടില്ലത്, പക്ഷെ അതിന്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ്, മന്ത്ലി ആക്ടിവിറ്റീസ്, വീക്ക്ലി ആക്ടിവിറ്റീസ്, പേഴ്സണൽ പ്രോജക്ട്സ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ച് നമുക്ക് ഒന്നും വിട്ടുപോകാതെ, നമ്മുടെ തലയ്ക്കകത്തുനിന്ന് ഒന്നും വിട്ടുപോകാതെ ഈ ഒരു ചെറിയ പെട്ടിക്കകത്ത്, ഇത് നോക്കണ്ട, ഇതെന്റെ പഴയ വിസിറ്റിംഗ് കാർഡ് എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്. ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് വെച്ചിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു. ആ സിസ്റ്റം ബേസ് ചെയ്ത് എല്ലാ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ, ഒരു 5 കാർഡ് ഉണ്ടാവും, 5 കാർഡ് വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതാണ് അതിനകത്തെ കാര്യങ്ങൾ. അപ്പൊ അതിൽ ഞാനിപ്പം ഒരു കാർഡ് എടുത്ത് കാണിച്ചു തരാം. പറയുന്നത് ഡീപ് ക്ലീൻ മൈ ഓഫീസ് സ്പേസ് ആണ് ഒന്ന്. അത് ഞാൻ ഓറഞ്ചിൽ കൊടുത്തേക്കുന്നുണ്ടാ, അല്ല ഈ യെല്ലോയിൽ കൊടുത്തേക്കുന്നുണ്ട്. അത് മന്ത്ലി ചെയ്യേണ്ട കാര്യമാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് ഗ്രോസറി ഷോപ്പിംഗ് ആണ്. ഇത് വീക്ക്ലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് വീക്ക്ലി ചെയ്യേണ്ട ഒരു സാധനമാണ് ഗ്രോസറി ഷോപ്പിംഗ്. അപ്പം ഇത് നമ്മൾ ഇതിന്റെ കറസ്പോണ്ടിങ് ആ ഡേറ്റിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം ഡേറ്റ് ഇങ്ങനെ മാറുന്നതനുസരിച്ച്, എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. മാറുന്നതനുസരിച്ച് നമ്മൾ ആ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ ചെയ്യും. അപ്പൊ എൻ്റെ ഒരു വർക്കിംഗ് മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിലെ ഓരോ ദിവസത്തെയും കാർഡ് എടുത്തിട്ട് ആ കാർഡ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്യാണ്. ഇന്നിപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ കുറേ അധികം നടന്നു എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. പിന്നെ ഇതിന്റെ ഒരു റിസൾട്ട്, ഞാനിപ്പോൾ 2 ആഴ്ചയൊക്കെ ഇത്
ഇതിൽ വർക്ക് ചെയ്തതിന് ശേഷം അതിന്റെ റിസൾട്ട് ഞാൻ കാണിക്കാം. എനിക്കിത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 2 ദിവസമേ ആയിട്ടുള്ളൂ ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷേ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോന്റെ ഉദ്ദേശം. അപ്പം ഞാൻ ഒരു ലേസി പേഴ്സൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എൻ്റെ തലയിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എൻ്റെ ജോലിയുണ്ട്, എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, പിള്ളേരുടെ കാര്യങ്ങളുണ്ട്, കുക്കിംഗ് ഉണ്ട്, ക്ലീനിങ് ഉണ്ട്, ഇതിനിടയ്ക്കുള്ള അല്ലാണ്ടുള്ള പ്രോജക്ട്സ് ഉണ്ട്. അതായത് പിള്ളേർക്ക് എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യുക, എനിക്ക് എന്തെങ്കിലും ഒരു എംബ്രോയിഡറി ഡ്രസ്സ് ചെയ്യുക, സാരി ചെയ്യുക, ബ്ലൗസ് തയ്ക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ തലയിൽ കൂടെ പോകുന്നതുകൊണ്ട് മിക്കവാറും സൈഡ് ട്രാക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകാതെ ചെയ്യാനായിട്ടൊരു സിസ്റ്റം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെ, അതുകൊണ്ടാണ് നമുക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ എപ്പോഴും കാർഡ്സ് വെച്ചിട്ടാണ് പരിപാടികൾ ചെയ്യുന്നത്. കാർഡിൽ നമ്മൾ കളർഫുൾ കാർഡ്സ് യൂസ് ചെയ്യും. നമുക്കിപ്പോൾ ആമസോണിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ 100-150 കാർഡൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് ഒന്ന് 200 ഇഷ്ടങ്ങാണ്ടാണ് കാർഡിൻ്റെ ഒക്കെ വില. ഞാൻ അത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വിസിറ്റിംഗ് കാർഡ്സ് ഇവിടെ കുറേ എണ്ണം ഉണ്ട്, ഒരു 10-200 എണ്ണം ഉണ്ടായിരുന്നു. ആ കാർഡെല്ലാം കൂടെ അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് വൈറ്റ് കളറാണല്ലോ, ആ ബാക്ക് സൈഡിലാണ് ഞാനിത് എഴുതി. എന്നിട്ട് കളറിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് സ്കെച്ച് പെൻ വെച്ചൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. അത്രേ ചെയ്തുള്ളൂ. കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്തു. അതുമല്ല, എനിക്കിത് ഈ ഒരു സിസ്റ്റത്തിന്റെ ആ ഒരു വീഡിയോ കണ്ട് പിന്നെ കുറേയധികം വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് അത് ഇംപ്ലിമെന്റ് ചെയ്യണം, എത്രയും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം. ഈ സാധനമൊക്കെ മേടിച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ഇൻഡെക്സ് കാർഡ് എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഇൻഡെക്സ് കാർഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ ടു ഡു ലിസ്റ്റ് ആണ്, ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്തു എന്നുള്ളത്. ഓക്കെ, ഇതാണ് ഇൻഡെക്സ് കാർഡ്, അല്ല ഇൻഡെക്സ് കാർഡ് സിസ്റ്റം. ഓക്കെ, ഇതിനകത്ത് ഇപ്പം കാണിച്ചു തരാണെങ്കിൽ ഈ കാണുന്നത് ഇന്ന് 9 ഓഗസ്റ്റ് ആണ്. അപ്പം ആ 9 ഓഗസ്റ്റ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ഡിവൈഡേഴ്സ് നമ്മൾ ഓരോ ദിവസത്തിന്, അതായത് എല്ലാ മാസത്തിലും ഒരു 31 ദിവസം 30 അങ്ങനെ മാറി മാറി വരുമല്ലോ, അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഡിവൈഡേഴ്സ് ഉണ്ടാക്കണം. 9-ാം തീയതിയാണ് ഇന്ന്. അപ്പോൾ ആ കാർഡ് ഫ്രണ്ട് വരും, അതിനകത്ത് നമുക്ക് ഈ ഒരു ആ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരും. ഓക്കെ, കാണിച്ചു തരാം. എന്നിട്ട് വൺസ് ഇത് തീർന്നു കഴിയുമ്പോൾ നമ്മൾ ഈ സെറ്റ് അപ്പാടെ എടുത്ത് നമ്മൾ ബാക്കിലേക്ക് നീക്കും. മനസ്സിലായോ? അപ്പം അങ്ങനെ ബാക്കിലേക്ക് നീക്കിയതാണ് ഇതാ ഇവിടെ ഇരിക്കുന്നത്, കാണുന്നുണ്ടോ? ദേ 1, 2, 3, 4 അങ്ങനെ ദിവസങ്ങൾ ബാക്കിലേക്ക് മാറിയതാണ് ബാക്കിലേക്ക് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഓരോ ഇതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ കളർ കോഡ് ചെയ്തിട്ടാണ് കാർഡുകൾ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഈ 9-ാം തീയതിയിലത്തെ കാർഡുകൾ കുറച്ച് കാണാം. ഓക്കെ, ഇതെന്ന് പറയുന്ന സാധാ പേപ്പറിൽ ഞാൻ ഉണ്ടാക്കിയ കാർഡാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിക്ക് ബുധനാഴ്ച ഒരു എക്സാം ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഇന്ന് പഠിപ്പിക്കണം, ശനിയാഴ്ച പഠിപ്പിക്കണം. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ഒരു ചെറിയ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എന്താണ് ടെമ്പററി ആണ്, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ടാസ്കുകളാണ്. അപ്പോൾ അത് നമുക്ക് ഒരു ഓണത്തിന് വേണ്ടിയിട്ടുള്ളൊരു പാവാടയും ബ്ലൗസും സ്കൂളിൽ നിന്ന് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ഇളക്കത്താലിയും ജിമിക്കിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനത്തെ ഒരു കാർഡിൽ ഉണ്ടാക്കിയിട്ട് അത് ഞാൻ ഇതിനകത്ത് വെച്ചിരുന്നു. ഇനി ഇത് വീക്ക്ലി ടാസ്ക് ആണ്, അച്ചാറിടണം. അത് ഞാൻ ചെയ്തു. ഓക്കെ, ആ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഏറ്റവും ബാക്കിലേക്ക് അങ്ങ് മാറ്റുവാണ്. പിന്നീട് നമ്മൾ അത് ആവശ്യം അനുസരിച്ച് എടുക്കുക ചെയ്യുന്നത്. ഇത് അപ്സ്കില്ലിംഗ് എൻ്റെ ഒരു അല്ലാണ്ടുള്ള പ്രോജക്റ്റ് ആണ്. മീൽ പ്രിപ്പിന്റെ വെജീസ് വാങ്ങിക്കുക, അത് ഇന്ന് ചെയ്യേണ്ടതാണ്. ഇന്നിപ്പോൾ ചെയ്യാൻ പറ്റില്ല, ഞാനത് ഞായറാഴ്ചത്തേക്ക് മാറ്റും. ഓക്കെ, പിന്നെ ഇത് ഓണം അറ്റയർ ഫോർ മീ ആൻഡ് അന്ന, എനിക്കും അന്നയ്ക്കും കൂടെ ഡ്രസ്സ് തയ്ക്കണം. അപ്പോൾ അതിനുള്ള തുണി എടുക്കുക, അതൊരു പ്രോജക്റ്റ് ആയിട്ട് തന്നെ ഒരു ചെറിയ പേപ്പറിൽ അങ്ങ് എഴുതിയേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഡെയിലി ലോണ്ട്രി ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാണ്, പക്ഷേ ഇത് പച്ച കളറാകണ്ടോ, ഡെയിലി പരിപാടിയാണ്. അത് ഇവിടെ തന്നെ ഇരിക്കും. ഇത് ഞാൻ ഇന്ന് വൈകിട്ടാകുമ്പോഴത്തേക്കും 9-ാം തീയതിയിൽ നിന്ന് മാറ്റി 10-ാം തീയതിയിലത്തെ ഇതിൽ സെക്ഷനിലേക്ക് വെക്കും. ഓക്കെ, ഇനി ഇത് പ്ലാൻ ടുമോറോ ഞാൻ വൈകിട്ട് അരി ഇട്ടിട്ടാണ് കിടക്കുന്നത്. കാരണം പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ അന്നയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ചോറ് റെഡി ആവാനുള്ള പരിപാടി ഇൻസ്റ്റപോട്ടിൽ അരി ഇടും. അപ്പോൾ അതാണ്. പിന്നെ പ്ലാൻ ടുമാറോ പറഞ്ഞാൽ ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ കിച്ചൺ റീസെറ്റ്, പിന്നെ എൻ്റെ മെഡിസിൻസ് രാവിലെ വൈകിട്ട് ഞാൻ മറന്നു പോകും അത്. പിന്നെ എക്സസൈസ്, 30 മിനിറ്റ്സ് റീഡിങ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇപ്പോൾ ഡെയിലി ഇതൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഞാൻ 2 ദിവസം ആയിട്ടുള്ളൂ. ഒരു ദിവസം ചെയ്തു, ഞാൻ അടുത്ത ദിവസം ഈ ഡെയിലി പരിപാടികളൊന്നും ചെയ്തില്ലെങ്കിലും ഈ വീക്കിലി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന ടാസ്കുകളൊക്കെ ഞാൻ ചെയ്തു കേട്ടോ. ക്ലീനിങ് 10 മിനിറ്റ്സ് ക്വിക്സ്, അത് എപ്പോഴെങ്കിലും നമ്മൾ വന്നിട്ട് എപ്പോഴെങ്കിലും ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യാതിരിക്കുന്നത് മീൽ പ്രിപ്പിന്റെ സാധനം വാങ്ങിച്ചിട്ടില്ല, ഇതും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഇനി സമയം എടുത്തിപ്പോൾ ഉച്ചയായതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ തന്നെ വെക്കുകയാണ്. ഇനിയിപ്പോൾ അത് നാളത്തേക്ക് മാറും. ഇനിയിപ്പോൾ ഞാൻ അടുത്ത ദിവസത്തെ 10-ാം തീയതിയിലത്തെ എടുത്ത് കാണിച്ചു തരാം. 10-ാം തീയതിയിലത്തത് പ്രിന്ററിന്റെ ഏരിയ ക്ലീൻ ചെയ്യാന്നുള്ളത്. ഇത് ഡീപ് ക്ലീനിങ് ആണ്. യെല്ലോ കളർ കണ്ടോ, ഡീപ് ക്ലീനിങ്ങിന്റെ ഇതാണ്. അതായത് വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ചെയ്യുന്ന ടാസ്ക്കാണിത്. ഇനി അപ്പം ദോശമാവിന് അരയ്ക്കുക, അത് നാളെ ഞായറാഴ്ച ചെയ്യേണ്ട കാര്യമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം ഡീപ് ക്ലീൻ ചെയ്യുക, ഇതും റൊട്ടേറ്റിംഗ് ടാസ്ക് ആണ്. കണ്ടോ, ഓറഞ്ച് ആണത്. അതുപോലെ ഫേസ്ബുക്കിൽ ഒരു ബ്ലോഗ് പോസ്റ്റ് എഴുതിയിടുക, ഇൻസ്റ്റാ വീക്ക്ലി അപ്ലോഡ്, ബൾക്കായിട്ട് ഞാൻ സാധാരണ അപ്ലോഡ് ചെയ്യും. അത് വിട്ടുപോകും ഞാൻ എപ്പോഴും. അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക്, അങ്ങനെ എല്ലാത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതൊന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞായറാഴ്ചത്തേക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് തിങ്കളാഴ്ച ഒരു പരീക്ഷയുണ്ട്, അതിന് വേണ്ടിയിട്ട് ഞായറാഴ്ച പഠിപ്പിക്കണം. എൻ്റെ രീതികളൊക്കെ ഇങ്ങനെയാണ്. സോ അത് അത് പക്ഷേ നമുക്ക് എപ്പോഴും റൊട്ടേറ്റ് ചെയ്ത് വരുന്നതല്ല, ടെമ്പററി ആണ്. സോ അത് ചെറിയ പേപ്പറിൽ എഴുതി വെച്ചേക്കുന്നത്. ആൻഡ് ഇത് ഞാൻ
10-ാം തീയതിയിലേക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് 10-ാം തീയതി എന്ന് പറഞ്ഞാൽ നാളെ ഞായറാഴ്ച. ഓക്കെ, അപ്പൊ നമുക്ക് കാർഡ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കാർഡ്സ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മന്ത്ലി വീക്ക്ലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് എഴുതി വെക്കുകയാണ്. ചുമ്മാ ഒന്ന് എഴുതി വെക്കണം. ഡെയിലി ആയിട്ട് ചെയ്യേണ്ടത്, മന്ത്ലി ചെയ്യേണ്ടത്, വീക്ക്ലി ചെയ്യേണ്ടത്, നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ എന്ത് ചെയ്യണം എന്നുള്ളത്. അതൊന്ന് എഴുതുക. പിന്നെ പേഴ്സണൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോജക്ട്സ് ഉണ്ടെങ്കിൽ അത് എഴുതുക. എന്നിട്ട് ഇത് എഴുതുന്നതിന്റെ ഇതെന്ന് വെച്ചാൽ നമ്മളിത് വെട്ടിക്കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളിത് ഒന്നും തന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതി വെക്കുന്നത്. അല്ലാതെ നമുക്ക് നേരിട്ട് വേണേൽ കാർഡിലേക്ക് എഴുതാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിൽ അവർ കുറെ കളേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. ഞാൻ അതേ കളർ കോഡൊന്നും അല്ല നോക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഗ്രീൻ കളേഴ്സ് ആണ് ഡെയിലി ടാസ്കിനുള്ളത്. അപ്പൊ ഡെയിലി ഇപ്പൊ നോക്കുവാണെങ്കിൽ ഡെയിലി ഒരു 10 മിനിറ്റ് എടുത്ത്, ഇത് ഞാൻ പറഞ്ഞല്ലോ ഇൻഡെക്സ് കാർഡ് സിസ്റ്റം കൂടുതലും ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിന് തന്നെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. വേറെയുള്ള കാര്യത്തിന് ഇത് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് വലിയ കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല, ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. അപ്പൊ ഇതിപ്പോ ക്ലീനിങ്, സോഫ, ഡൈനിങ് ടേബിള് നമുക്കൊരു ക്വിക്ക് 10 മിനിറ്റ് ക്ലീനപ്പ് ചെയ്യാം. ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ടാണ്, വീട്ടിലെ പണികൾ നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഇത് വരുന്നത് കേട്ടോ. ഇല്ല ഇപ്പൊ നിങ്ങൾക്ക് ഹൗസ് ഹെൽപ്പ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യവും ആക്കാം വേണമെങ്കിൽ. ഓക്കെ, ഇതിനകത്ത് ഇങ്ങനെ അസൈൻമെന്റിന് വേണ്ടിയിട്ട് നമുക്ക് കാർഡ് വെക്കാം. പിന്നെ നമ്മുടെ ഡിഷ് വാഷർ ലോഡ് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും, ഒരു 30 മിനിറ്റ്സ് റീഡിങ്, എക്സസൈസ്, ഓക്കെ, മെഡിസിൻസ്, അത് ഞാൻ വിട്ടുപോകും. ഒത്തിരി മെഡിസിൻസ് ഉണ്ട് എനിക്ക്. കിച്ചൺ റീസെറ്റ് ചെയ്യുന്നത് ഈവനിങ്ങിൽ, നാളത്തെ പ്ലാൻ ചെയ്യുന്നത്, പിന്നെ ഡെയിലി നമ്മൾ ഒരു സെറ്റ് ഓഫ് ലോണ്ട്രി. ഓക്കെ, അത് നമുക്ക് പല രീതിയിൽ എന്താണ്, ഒരു ദിവസം നമുക്ക് വാഷ് ചെയ്യാം. ഓക്കെ, ഒരു ദിവസം നമുക്ക് ഇത് ഫോൾഡ് ചെയ്യാം, അയൺ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പൊ അങ്ങനെ എന്താന്ന് വെച്ചാൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് വേണേൽ കാർഡ്സ് അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഡെയിലി ആയി, വീക്ക്ലി അല്ല മന്ത്ലി ആണ്. മന്ത്ലി എന്ന് പറയുമ്പോൾ എനിക്ക് കണക്ക് നോക്കണം, എല്ലാ മാസവും ആദ്യം കണക്ക് നോക്കണം. ഇത് നമ്മൾ ഓരോ ഭാഗം ക്ലീൻ ചെയ്യുന്നതാണ്. മെഡിസിൻ ഒക്കെ വെച്ചേക്കുന്ന ഏരിയ, ഫാനും ലൈറ്റും, പാൻട്രി ഏരിയ റീഫിൽ ചെയ്യുക. ഓക്കെ, ഈ കിച്ചണിന്റെ വെസൽ ഷെൽഫിന്റെ ആ ഏരിയ ക്ലീൻ ചെയ്യുക. ഇങ്ങനെ കിച്ചൺ തന്നെ നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്ന് വെച്ചാൽ ഒരു ദിവസം മൊത്തം നിന്ന് കിച്ചൺ ക്ലീൻ ചെയ്യുന്ന ആ ഒരു ഇത് വരത്തില്ല. കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുക, കിച്ചൺ തന്നെ ടോപ്പ് ഷെൽഫ് ക്ലീൻ ചെയ്യുക, കിഡ്സിന്റെ റൂം, മുറ്റവും സിറ്റ് ഔട്ടും, പിന്നെ ഫ്രിഡ്ജ്, വർക്ക് ഏരിയ, ലൈബ്രറി ഷെൽഫ്, പ്രയർ റൂം, സ്റ്റേഴ്സ്. ഇത് ഞാനിപ്പം ആനിനെ പഠിപ്പിക്കാനായിട്ട് വീക്കിലി ഒരു എല്ലാ ദിവസവും, ഇപ്പൊ ഫ്രൈഡേ, തേഴ്സ്ഡേ, വെനസ്ഡേ, പിന്നെ ട്യൂസ്ഡേ, സാറ്റർഡേ, മൺഡേ, അങ്ങനെ സൺഡേ ഒഴികെ ബാക്കിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഓരോ ദിവസം ഓരോന്ന് പഠിപ്പിക്കാനായിട്ട് ഉള്ളത്. ഇതൊക്കെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല, കാരണം എന്നെ പഠിപ്പിക്കുന്ന സമയത്ത് മിക്കവാറും എനിക്ക് ഉറക്കം വരാറാണ് ചെയ്യാറ്. പ്രിന്റർ ഏരിയ, ഷൂ റാക്ക്, ബെഡ്റൂം, ഹാള്, ഡൈനിങ്, മൈ ഓഫീസ് സ്പേസ്. അപ്പൊ ഇത്രയും നമ്മൾ മന്ത്ലി, ഇത് വീക്ക്ലി ആണ്, ഇത് മന്ത്ലി ആണ്. ഇത് ഞാൻ വീക്ക്ലിയുടെ കാര്യങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ശരിക്കും കളർ മാറിപ്പോയി കേട്ടോ. ഇതാണ് വീക്ക്ലി. ട്രാഷ് എംറ്റി ചെയ്യാം, ബെഡ്ഷീറ്റ് മാറി അത് വേറെ, പിന്നെ പൗൾട്രി ഫിഷ് എല്ലാം ഷോപ്പ് ചെയ്യുക, മെയിൻ ബാത്റൂം ക്ലീൻ ചെയ്യുക, മസാല പൗഡർ ഒക്കെ ഉണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ അത് ചെയ്യുക, ബെഡ്ഷീറ്റ്സ് ചേഞ്ച് ചെയ്യുക. അതാണ് നേരത്തെ എഴുതിയത്. പൾസസ് ഞാനിങ്ങനെ വേവിച്ച് വെക്കുമല്ലോ, ഈ പയർ വർഗ്ഗങ്ങളൊക്കെ വേവിച്ചും അല്ലാതെ ഇങ്ങനെ സോക്ക് ചെയ്തും ഒക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമല്ലോ. അപ്പൊ ആ ഇത് ചെയ്യുന്ന ഒരു ദിവസം. പിന്നെ ഫുള്ളൊന്ന് തൂത്ത് ഇടുക, വീടും ഇതൊക്കെ. തേങ്ങ ചുരണ്ടി ഫ്രീസറിൽ വെക്കുക, ഗ്രോസറി ഷോപ്പിംഗ്, അറ്റാച്ച്ഡ് ബാത്റൂം ക്ലീൻ ചെയ്യുക, അപ്പം ദോശ മാവ് ഉണ്ടാക്കുക, അച്ചാറിടുക, മീൽ പ്രിപ്പ് ചെയ്യുക. ഇത് വീക്ക്ലി ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് നമ്മുടേതായ പേഴ്സണൽ പ്രോജക്റ്റ്, ഇതൊരു സെൽഫ് കെയർ പ്രോജക്റ്റ് ആണ്. ഉഡമി കോഴ്സസ്, വേറെ കോഴ്സസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. വാർഡ്രോബ്, കാഷ്വൽസിന്റെ ഒരു റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പുതിയ സെറ്റ് ഓഫ് കാഷ്വൽസ് ഉണ്ടാക്കുക, സർട്ടിഫിക്കേഷൻ, പിന്നെ ബുക്ക് പബ്ലിഷ് ചെയ്യുക. ഇതൊക്കെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഇത് ശരിയാണ്, വാണ്ടഡാണ്. സോളിഡ് കളേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, വാർഡ്രോബ് ഒന്ന് റീസെറ്റ് ചെയ്ത് സോളിഡ് കളേഴ്സ് ആക്കണമെന്നുണ്ട്. സാരീസ് ഹാൻഡ് പ്രിന്റ് ചെയ്യണം, ഹാൻഡ് പെയിന്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ. ഇത് ഷെയറിൽ നമുക്ക് ഒരു എമൗണ്ട് കിട്ടുകയാണെങ്കിൽ മാത്രം ഓരോ മാസം ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അത് കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അതുപോലെ യൂട്യൂബിൽ ഇപ്പോൾ ഉള്ള വീഡിയോസ് ഒക്കെ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. പെയിന്റിങ് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്, പെയിന്റിങ് ചെയ്യണം. സോളോ ട്രിപ്സ്, ഡേറ്റ്, പിന്നെ മൂവി ഔട്ടിങ്, അതൊക്കെ പ്ലാൻ ചെയ്യാം ഈ ടൈം. പിന്നെ ഒരു ഡാൻസ് റീൽ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ട്. എപ്പോൾ നിങ്ങൾ കാണാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇത് ആഴ്ചയിൽ ഒരു ട്വൈസ് ഇൻ എ വീക്ക് നമുക്ക് ഒന്ന് വാക്കിംഗ്, സൈക്ലിങ്ങിന് പോകണം ആനിയുമായിട്ട് എന്നുള്ളതാണ്. ബ്ലോഗ് പോസ്റ്റ് ഫേസ്ബുക്ക് പ്ലാൻ ചെയ്യുക, ഇൻസ്റ്റയുടെ വീക്ക്ലി ഇത് പ്ലാൻ ചെയ്യുക, സെലീനിയം അപ്സ്കിൽ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ പ്ലേ റൈറ്റ് അപ്സ്കിൽ ചെയ്യുക എന്നുള്ളത്, അതൊരു പ്രോജക്റ്റ് ആയിട്ട് കണ്ട് ചെയ്യുക. പിന്നെ ഇതുള്ളത് വല്ലപ്പോഴും, മാസത്തിലും അല്ല ആഴ്ചയിലും അല്ല, നമുക്ക് എപ്പോൾ തോന്നുന്ന അപ്പം ചെയ്യേണ്ട കാര്യങ്ങളാണ്. കർട്ടൻ വാഷ് ചെയ്യുക, എൻ്റെ വാർഡ്രോബ് ഒന്ന് ഡീപ് ക്ലീൻ ചെയ്യുക, ആനിയുടെ വാർഡ്രോബ് ഡീപ് ക്ലീൻ ചെയ്യുക, അന്നയുടേത് കർട്ടൻ മാറുക, ബെഡ്റൂം, സാരി എൻ്റെ വെയിൽ കൊള്ളിക്കുക. ഓക്കെ, എല്ലാം പൂത്തിരിക്കുകയായിരിക്കും. വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷർ എല്ലാം ഡീപ് ക്ലീൻ ചെയ്യുക. അതുപോലെ ഡൊണേറ്റ് ചെയ്യുക, ഡീക്ലട്ടർ ചെയ്ത് ഡൊണേറ്റ് ചെയ്യുക. അത് അപ്പൊ അത്രയും സെക്ഷൻ ആയല്ലോ. പിന്നെ ഉള്ളത് ഇതിപ്പോ ചെറിയ, ഇപ്പൊ റീസെന്റ് നടക്കുന്ന ഓണം ഇത് അറ്റാറ് റെഡിയാക്കുക, അന്നയ്ക്കും ആനിക്കും എനിക്കും ഉള്ളത്. പിന്നെ ഇത് ആനിയുടെ ഇപ്പൊ 3 PT2 നടക്കുവാണ്. അപ്പൊ ആ 3 എക്സാം
ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത നമ്മൾ ഒരു മാസത്തെ ഇത് കാണിച്ചു തരാം. ഇതാ ഒരു മാസത്തെ 31 ഡേയ്സിൻ്റെ ഇതാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, ക്രോക്കറി ഷെൽഫ് ക്ലീൻ ചെയ്യുക. ഓക്കെ, 31 ഡേയ്സിൻ്റെ ഒരു സെറ്റാണ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലിപ്പം നമ്മുടെ 9 വരെയുള്ള ദിവസങ്ങളാണ്. 9 കഴിഞ്ഞു എന്ന് വയ്ക്കുക. അപ്പോൾ ഇത്ര നമ്മൾ ബാക്കിലോട്ട് പോവാണ്. അപ്പം ഇനി ഇത് റൊട്ടേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇതിപ്പോൾ 10 ആണ്, അതായത് സൺഡേയിലെ കാര്യങ്ങളെന്ന് പറയുമ്പം ഇതെന്ന് പറയുമ്പം ബാക്കി ബ്ലാങ്ക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കാനാണ്. സൺഡേയിലെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി ആയിട്ടുള്ള എല്ലാം നമുക്ക് സൺഡേ വരുന്നതാണ്. അത് നമ്മൾ ചെയ്യുന്നതിനെ ബേസ് ചെയ്ത് നമ്മളിത് ബാക്കിലോട്ട് ഇതിനകത്ത് തന്നെ ബാക്കിലോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഡെയിലി ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യണം. ഓക്കെ, ഇത് സൺഡേ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അതായത് നാളെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ നാളെ ചെയ്യേണ്ടതാണ്. ഇത് സാറ്റർഡേ ഇത് ചെയ്ത് കഴിഞ്ഞു. ഇത് രണ്ടും ഞാൻ ഓൺ ദ വേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതിപ്പോൾ ഒരാഴ്ചത്തേക്ക് ഇത് കൊണ്ടുപോകേണ്ടി വരും. പിന്നെ ഇത് എനിക്ക് തിങ്കളാഴ്ച ചെയ്യേണ്ടതാണ്. ദാറ്റ് മീൻസ് 11th ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇനി ഇതിലേതെങ്കിലും നമുക്കിപ്പം ഉടനെ ചെയ്യേണ്ടതുണ്ടോ എന്ന് നോക്കുക. അതായത് ഇതിപ്പോൾ വല്ലപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിലേതെങ്കിലും ഒന്ന് ഉടനെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് സാരി വെയിൽ കൊള്ളിക്കുന്നത് ഈ മാസം നമുക്കൊരു ഏതെങ്കിലും ഒരു നമുക്കൊരു ഡേറ്റ് നോക്കാം. നമുക്ക് ഈ മാസം 29-ാം തീയതി, അതൊരു ശനിയാഴ്ചയാണ്, അന്ന് നമുക്ക് സാരി വെയിൽ കൊള്ളിക്കാം. ഓക്കെ, കാര്യം മനസ്സിലായോ? അപ്പം ഈ കാർഡുകൾ നമുക്ക് ഇനി ആവശ്യമില്ല, ഏറ്റവും ബാക്കിലേക്ക് പോട്ടത്. ഓക്കെ, ഇനി ആനിനെ കൊണ്ട് സൈക്ലിങ്ങിന് പോവാം ഈ ഒരാഴ്ച എപ്പോഴെങ്കിലും പോവാം. നമുക്കൊരു ബുധനാഴ്ച സമയം നോക്കാം. ബുധനാഴ്ച വലിയ കുഴപ്പമില്ല. സോ 12-ാം തീയതി അല്ല, ബുധനാഴ്ച 12-ാം തീയതിയാണോ? അല്ല, ഓഗസ്റ്റ് 23 കേട്ടോ. ഓഗസ്റ്റ് 23 നമ്മൾ 29ലേക്ക് മാറ്റി സാരി ചെയ്യുന്നത്. നമുക്ക് ഓഗസ്റ്റ് 23-ാം തീയതി അന്നാണ് ശനിയാഴ്ച. ഓക്കെ, പിന്നെ നമുക്ക് ആനിനെയും കൊണ്ട് വാക്കിങ്ങിന് പോകുന്നത് നമുക്ക് ഈ വരുന്ന 13-ാം തീയതി ഒരു വാക്കിങ്ങിന് പോകാം. ഓക്കെ, പിന്നെ ഇത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എന്ന് പറയുന്ന കാർഡ്സ് ആണ്. ഓരോ ദിവസം എന്ത് പഠിപ്പിക്കണം എന്നുള്ളത്. ഇതെനിക്ക് നടക്കുമോ എന്ന് വളരെ ഇതുണ്ട്. പക്ഷെ സ്റ്റിൽ നമുക്ക് ഓർക്കാനായിട്ട് സംഭവം ഇതാണ്. അപ്പൊ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, എല്ലാം കാർഡിന്റെ ഫ്രണ്ടിലോട്ടാണ്. ചൊവ്വാഴ്ച, ബുധനാഴ്ച, ഫ്രൈഡേ, സാറ്റർഡേ. ഓക്കെ, അപ്പൊ അതായി. ഇനിയിപ്പോൾ എന്തുവാണ്? ഇനി നമുക്ക് വീക്ക്ലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് മീൽ പ്രിപ്പ്, അതിപ്പോൾ നാളെ ചെയ്തേ പറ്റൂ. അച്ചാറിടണം, അതിപ്പോൾ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച ചെയ്താൽ മതി, വലിയ അത്യാവശ്യമില്ല. 15-ാം തീയതിയിലേക്ക് മാറ്റി. അപ്പം ദോഷമാവും, നാളെ ചെയ്തേ പറ്റൂ, സൺഡേ ചെയ്തേ പറ്റൂ. അറ്റാച്ച്ഡ് ബാത്റൂം കഴുകാൻ നമുക്ക് തിങ്കളാഴ്ച എല്ലാം ചെയ്യാം. ഓക്കെ, ഒരു ദിവസം നമുക്ക് 5 കാർഡിൽ കൂടുതലൊന്നും വരാൻ പാടില്ല. ഇതും ഗ്രോസറി ഷോപ്പിംഗ് നാളെ ചെയ്തേ പറ്റൂ. തേങ്ങ ചുരണ്ടി വെക്കേണ്ടത് ഞാൻ വലിയ അത്യാവശ്യമൊന്നുമില്ല, നമുക്ക് 11-ാം തീയതിയിലേക്ക് മാറ്റാം. മോപ്പ് ആൻഡ് സ്വീപ്പ് അത് ഞാൻ ബുധനാഴ്ചത്തേക്ക് മാറ്റുവാണ്. ഇപ്പോൾ ഉടനെ ഒന്നും എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. പൾസസ് സോക്ക് ചെയ്യുക, അത് നമുക്ക് ബുധനാഴ്ച ചെയ്യാം. ഓക്കെ, പിന്നെ ബെഡ്ഷീറ്റ്സ് എല്ലാം ചേഞ്ച് ചെയ്യുന്നത് നമുക്കിപ്പം 15-ാം തീയതിയിലേക്ക് ചെയ്യാം. മസാല പൗഡറൊക്കെ ഉണ്ടോയെന്ന്, ശരിക്കും അത് ആവശ്യമില്ല, മസാല പൗഡറൊക്കെ ഉണ്ട്. മെയിൻ ബാത്റൂം ക്ലീൻ ചെയ്യുക, അത് നമുക്കൊരു 16-ാം തീയതിയിലേക്ക് മാറ്റാം. പൗൾട്രി അതൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ബെഡ്ഷീറ്റ് വേണ്ട, അതൊന്നും വേണ്ട, ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അറിയാണ്ട് തന്നെ നമ്മൾ ചെയ്തോളും. ഇനി വരുന്നതാണ് മന്ത്ലി ടാസ്ക്. ഈ മന്ത്ലി ടാസ്ക് നമ്മൾ റാൻഡമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം കൂടെ അടുപ്പിച്ചുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്നതേ വളരെ സിമ്പിളാണ്. ഞാനിത് എല്ലാ ആഴ്ചയും ഓരോ ദിവസത്തിലേക്ക് ചുമ്മാ മന്ത്ലി കണക്ക് നോക്കുക എന്ന് പറയുന്നത് 1-ാം തീയതി 2-ാം തീയതിക്കകത്ത് ചെയ്യണം. സോ ഒരു 3-ാം തീയതിയിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ബാക്കി ഉള്ളത് ചുമ്മാ റാൻഡമായിട്ട് ഓരോ ദിവസത്തേക്ക് അസൈൻ ചെയ്യുക. കണ്ടോ, നമുക്ക് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് നമുക്ക് ചെയ്യുക. എന്നിട്ട് 1-2 ദിവസം നമുക്ക് റെസ്റ്റ് കൊടുക്കാം, എന്നിട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ റാൻഡമായിട്ട് നമ്മൾ അതിലോട്ട് ഇട്ട് കഴിയുമ്പോൾ ആ ദിവസം നമ്മളിത് എടുത്തിട്ട് ഓക്കെ, ഇന്ന് എനിക്ക് ഇതാണ് ചെയ്യാനുള്ളത്, അങ്ങനെയാണ് ഇതിന്റെ പരിപാടി. മനസ്സിലായോ? ഈ ഷൂറാക്ക് ഞാൻ ഇപ്പോൾ 2 ദിവസം മുന്നേ ക്ലീൻ ചെയ്ത പ്രിന്ററിൻ്റെത് ക്ലീൻ ചെയ്യാം. ഇത് ചുമ്മാ നമുക്ക് എല്ലാ ദിവസത്തേക്കും, അപ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പണി നമുക്ക് ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പം എല്ലാ ദിവസത്തേക്കും ചെറിയ ടാസ്ക് ആണല്ലോ. അപ്പം ആ ചെറിയ നമുക്ക് സമയം പോലെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് തൊട്ടപ്പുറത്ത് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ഇതിലേക്ക് നമുക്കത് മാറ്റാം. പക്ഷെ നമ്മളത് ചെയ്യും, അന്നത്തെ ദിവസം നമ്മളത് ചെയ്തിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഇത് പ്ലേ റൈറ്റ്, അത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇത്
ഇൻസ്റ്റ വീക്ക്ലി അപ്ലോഡ് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇനിയിപ്പം ഈ ഞായറാഴ്ച ചെയ്യാനുള്ള സമയമില്ല, ഒത്തിരി ഉണ്ട്. സോ നമുക്കതൊരു ചൊവ്വാഴ്ചത്തേക്ക് മാറ്റാം. ഓക്കെ, ഡാൻസ് പ്രാക്ടീസ് ഒന്നും ഇപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് എനിക്ക് ഈ വരുന്ന 15-ാം തീയതി ചെയ്യണമെന്നുണ്ട്. സോ 15-ാം തീയതി നമുക്ക് സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. യൂട്യൂബ് ഒപ്റ്റിമൈസ് ചെയ്യുന്നൊന്നും ചെയ്യുന്നില്ല. ഇൻവെസ്റ്റ് ഇൻ ഷെയർസ് അത് അടുത്ത മാസം 5-ാം തീയതിക്കകത്ത് നമ്മുടെ ശമ്പളമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഹാൻഡ് പെയിന്റഡ് സീരീസ് അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. വാർഡ്രോബ് റീസെറ്റ്, KDP, ISTQB, വാർഡ്രോബ് കാഷ്വൽസ് കോഴ്സ് ഇതൊന്നും എനിക്കിപ്പം ഇത് വേണേൽ നമുക്ക് ഈ വരുന്ന 30-ാം തീയതി ചെയ്യാം. ഓക്കെ, ബാക്കിയെല്ലാം എനിക്കിപ്പോൾ ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. ഞാനത് ബാക്കിലോട്ട് മാറ്റുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ്. എല്ലാ ദിവസവും നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഇതിലൊക്കെ ഈ കാർഡിലെ സാധനങ്ങൾ എടുത്തിട്ട് നമ്മൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇതിപ്പോൾ 10-ാം തീയതിയിലത്തെ കാര്യമായി. അപ്പോൾ 9-ാം തീയതി ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് 10-ാം തീയതിയിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും വേറൊരു ദിവസത്തേക്ക് മാറ്റാം. അപ്പോൾ കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ ഇത് എന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗിൽറ്റ് ഇല്ലാണ്ട്, അല്ലാതെ ഇപ്പൊ ടു ഡു ലിസ്റ്റിലാണെങ്കിൽ എഴുതിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒരു വിഷമ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നിപ്പോ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, ഇന്നത്തെ സെറ്റ് ഓഫ് കാർഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് അടുത്തടുത്ത ദിവസങ്ങളിലല്ല ഇന്ന ദിവസം നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറച്ച് മാറ്റി വെക്കാം. അതുപോലെ ചെയ്തു തീർന്നത് നമുക്ക് ചെയ്തു തീർന്നു എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലേക്ക് മാറ്റിയിടാം. മനസ്സിലായില്ലേ? അതാണ് എനിക്ക് ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഇൻഡെക്സ് കാർഡ് സിസ്റ്റം എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്, ഇതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നല്ല വിവരമുള്ള ആൾക്കാർ ചെയ്ത, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ റിലേറ്റബിൾ ആയിട്ട് തോന്നിയ ഒരൊറ്റ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. അതായിരിക്കും നല്ലത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. പിന്നെ ഉള്ളത് എൻ്റെ വീഡിയോയും കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാക്കാം. എന്നിട്ട് നിങ്ങൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് താഴെ പറയുക. ഞാൻ ഇതിന്റെ ഒരു പ്രോഗ്രസ് ഞാൻ വഴിയെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ എനിക്കിത് ഷെയർ ചെയ്യാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ നമുക്ക്